6 വ്യത്യസ്ത തരം കിച്ചൺ കൗണ്ടർ ടോപ്പുകളെ കുറിച്ചാണ് 3 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും. ഒന്നാമത്തെ മെറ്റീരിയൽ ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഏറ്റവും ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സ്റ്റെയിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് 45 ആംഗിളിൽ ചെയ്യാം, സാൻഡ്വിച്ച് ആയിട്ട് ചെയ്യാം, നമുക്ക് റെഫ്യൂസ് ചെയ്യാം, ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ് ഗ്രാനൈറ്റ്. ഏകദേശം 90 രൂപയായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. രണ്ടാമത്തെ മെറ്റീരിയൽ മാർബിളാണ്. ഇന്ന് പലരും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വടക്കൻ കേരളത്തിൽ വളരെ ചുരുക്കം ആൾക്കാർ ചെയ്യുന്ന ഒന്നാണ് മാർബിൾ. പോറസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ടാവും, സ്റ്റെയിൻ അബ്സോർപ്ഷൻ ഉണ്ടാവും, കറ പിടിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. സോ ഇന്നത് പലരും യൂസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യാത്തൊരു പ്രോഡക്റ്റാണ്. പക്ഷേ എങ്കിൽ പോലും കൗണ്ടർ ടോപ്പ് പറയുമ്പോൾ പറയട്ടെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞാണ്. മൂന്നാമത്തെ മെറ്റീരിയൽ ഈ കാണുന്ന മെറ്റീരിയലാണ്. ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈല്. പേഴ്സണലി എൻ്റെ വീട്ടിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലും ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈല് തന്നെയാണ്. നോർമൽ നമ്മളിപ്പോൾ പറഞ്ഞു ഗ്രാനൈറ്റും മാർബിളും. ഇതിനൊക്കെ വരുന്നത് 16-18 mm തിക്നെസ്സാണ് വരുന്നത്. ഇത് വരുന്നത് 15 mm തിക്നെസ് സ്ലാബായിട്ടാണ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് റേറ്റ് ഏകദേശം 190 രൂപ തൊട്ട് 250-260 രൂപ വരെ നമുക്കിത് ലഭ്യമാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് സ്റ്റെയിൻ പ്രൂഫായിട്ടുള്ള, സ്ക്രാച്ച് പ്രൂഫായിട്ടുള്ള മെറ്റീരിയൽ കിട്ടുമെന്നുള്ളതാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന മെറ്റീരിയലും ഇതുവരെ കേരളത്തിൽ നല്ല ലോകത്തിലുണ്ടായ മെറ്റീരിയൽ നമുക്ക് സ്റ്റെയിൻ പ്രൂഫോ സ്ക്രാച്ച് പ്രൂഫോ അവൈലബിൾ അല്ല. സ്റ്റെയിൻ റെസിസ്റ്റൻറ്റ്, സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ്. വൈറ്റ് കളർ നിങ്ങളുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിന് വേണമെങ്കിൽ നിങ്ങൾ ഏത് ഉപയോഗിക്കും? സംശയലേശമിനെ നമ്മളെല്ലാവരും പറയുന്നതാണ് നാനോ വൈറ്റ്. G5 വന്നു, G6 വന്നു, G7 വന്നു, ഇപ്പോൾ G9 വന്നിരിക്കുന്നു. ഏകദേശം 500 തൊട്ട് 600 രൂപയാണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള മെറ്റീരിയലാണ്. ഇത് ഉപയോഗിക്കുന്നതിന് പ്രത്യേകം ഗമ്മുണ്ട്. ഇത് ഉപയോഗിക്കുന്നതിന് പ്രത്യേകം കട്ടിംഗ് ബ്ലേഡ് ഉണ്ട്. ഉപയോഗിക്കുന്ന പശയിൽ വരെ വ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ പലരും പറഞ്ഞിട്ടുണ്ട് എഡ്ജുകളിലൊക്കെ മഞ്ഞ കളർ വരുന്നു എന്നുള്ളത്. നിങ്ങൾ വൃത്തിയാക്കാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് ആദ്യം പറയാനായിട്ടുള്ള സാഹചര്യം അത് തന്നെയാണ്. അടുത്തത് ക്വാർട്സ് ആണ്. നമുക്ക് ഏകദേശം 600 തൊട്ട് 900 രൂപ വരെ റേറ്റ് വരുന്ന, സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന മെറ്റീരിയലാണ്. എന്തെങ്കിലും സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ഒരാൾ അറിയാത്തതുപോലെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ക്വാർട്സ്. സ്റ്റെയിൻ ഫ്രീ ആയിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് സ്ക്രാച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മുടെ ക്വാർട്സ്. അടുത്തതാണ് കൊറിയൻ ടോപ്പ്. ഇതിന് സോളിഡ് സർഫസ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. ഈ സോളിഡ് സർഫസിനെ കൊറിയൻ ടോപ്പ് എന്ന് അവരുടെ ഒരു ബ്രാൻഡാണ്. അതുകൊണ്ട് പലരും കൊറിയൻ ടോപ്പ് എന്ന് വിളിക്കുന്നു. തിക്നെസ് 6 mm മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. അതുപോലെ തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ നിങ്ങൾക്ക് വാഷ് ബേസിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം ചെയ്തു പോകാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ്. റേറ്റ് വളരെ കൂടുതലുള്ള മെറ്റീരിയലാണ്. ഏകദേശം 1900 മുതൽ 2500 രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്ന മെറ്റീരിയലാണ്. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ ഇത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രീമിയം ലുക്ക് വേറെ ഒന്നിനും തരാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് ആ പറഞ്ഞ 6 മെറ്റീരിയൽസ്. ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വരും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നന്ദി. വീണ്ടും വരും.